പാട്ട് പഠിച്ചെടുക്കാനായിരുന്നു ബുദ്ധിമുട്ട്. വീട്ടിൽ നിന്ന് എൻ്റെ ബ്രദേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്. 14 വയലിനായിരുന്നു. ഉഷാ ഉതുപ്പ് ഉണ്ടായിരുന്നു, എസ് ജാനകി ഉണ്ടായിരുന്നു. എസ് ജാനകിയുടെ ഡയറിയൊക്കെ മേടിച്ച് ഞാൻ നോക്കിയിട്ടുണ്ട്. ഇമോഷനായി. സാംസ് ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതയാത്രയിൽ ചെറുപ്പം മുതൽ സംഗീതത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മേരി ചേച്ചിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ചേച്ചി, സ്വാഗതം. താങ്ക് യു. മേരി വിജയം കലാകാരന്മാരുടെ ഈറ്റില്ലമായ തൃപ്പൂണിത്തുറയുടെ സ്വന്തം കലാകാരി. ചെറുപ്പം മുതൽ തുടങ്ങിയ തന്റെ സംഗീതയാത്രയിൽ പ്രഗത്ഭരായ പല കലാകാരന്മാർക്കൊപ്പം തന്റെ സാന്നിധ്യം അറിയിച്ച മേരി വിജയൻ തന്റെ ജീവിതയാത്രയിൽ സംഗീതത്തെ ഇപ്പോഴും മുറുകെ പിടിക്കുന്നു. തൃപ്പൂണിത്തുറയുടെ ആ സ്വന്തം കലാപ്രതിഭയെ ശ്രീമതി മേരി വിജയത്തെ സാംസ് ടോക്സിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചേച്ചിയുടെ ഒരു ഗാനത്തിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ, കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ പടിതെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ചെറുപ്പം മുതലേ സംഗീതത്തിലേക്ക് വന്ന ഒരാളാണ് ചേച്ചി. അപ്പോ ആ തുടക്ക കാലഘട്ടം, സംഗീതത്തിന്റെ തുടക്ക കാലഘട്ടം ഒക്കെ എങ്ങനെയായിരുന്നു? അത് ഞാൻ ചെറുപ്രായത്തിലെ മുതൽ ഞങ്ങൾ തൃപ്പൂണിത്തുറക്കാരാണ്. തൃപ്പൂണിത്തുറയിലാണ്, എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞിലെയൊക്കെ പാട്ടൊക്കെ പഠിക്കാനുള്ള അന്നൊന്നും അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അന്നത്തെ കാലത്ത്. അപ്പോൾ ഒരു സ്വയം ഇഷ്ടം തോന്നി അങ്ങനെ എവിടെ കേട്ടാലും അടുത്ത വീട്ടിലൊക്കെ റേഡിയോയിലൊക്കെ പാട്ട് കേൾക്കുമ്പോൾ, വീട്ടിലെന്താണെന്നൊന്നും റേഡിയോ ഒന്നും ഇല്ല, അപ്പോൾ അടുത്ത വീട്ടിൽ പോയി കേട്ട് പഠിക്കും. അങ്ങനെ പഠിച്ച് ഇങ്ങനെ അവിടെ ഇവിടെ ചെറിയ ചെറിയ പരിപാടികൾക്കൊക്കെ പാടാനൊക്കെ പോകുമായിരുന്നു. അപ്പം അങ്ങനെ അതങ്ങോട്ട് വളർന്നു വന്നു. പിന്നെ അവിടെ തൃപ്പൂണിത്തുറയിൽ കലാകാരന്മാരുടെ ഒരു ഇതാണ്. അവിടെ ഒരുപാട് കലാകാരന്മാരുള്ള ഒരു സ്ഥലമാണ് തൃപ്പൂണിത്തുറ. അപ്പൊ അങ്ങനെ അവരെല്ലാരും കൂടി ചേർന്ന് ചെറിയ ഗാനമേള ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ എന്നെ പാടിക്കും. ട്രൂപ്പ് ഒരു തൃപ്പൂണിത്തുറ മധുരിമ ഉണ്ടായിരുന്നു. മധുരിമ എന്ന് പറഞ്ഞിട്ട് അതിന് മുൻപേ അവരുടെ മധുരിമ എന്നുള്ള പേര് വന്നതിന് മുമ്പായി തന്നെ അതിലുള്ള ആർട്ടിസ്റ്റുകളെല്ലാരും കൂടി ഇങ്ങനെ ഗാനമേളയൊക്കെ നടത്തുമായിരുന്നു. അമ്പലത്തിലും പള്ളിയിലും ചെറിയ ചെറിയ പ്രോഗ്രാമൊക്കെ നടത്തുമായിരുന്നു. അതിലൊക്കെ നല്ല. ഏത് പ്രായത്തിലായിരുന്നു അത്? ഞാൻ 6ാം ക്ലാസ്സിലൊക്കെ, 5ലും 6ലും ഒക്കെ പഠിക്കുമ്പോഴാ. അതിലൊക്കെ തീരെ ചെറുതായിരുന്നപ്പോ മുതല് തുടങ്ങിയതല്ലേ? പോവായിരുന്നു. അപ്പൊ എവിടെ പാട്ട് കേട്ടാലും ഓടി അത് ക്യാച്ച് ചെയ്ത് എടുക്കും. അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ ഗാനമേളയ്ക്കൊക്കെ പോയി പാടുമായിരുന്നു. പാട്ട് പഠിച്ചെടുക്കണതായിരുന്നു വിഷമം. ഇങ്ങനെ കേട്ട് പഠിക്കാന്നുള്ളതേ ഉള്ളൂ. വീട്ടിൽ റേഡിയോ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എവിടെയെങ്കിലും കേൾക്കുമ്പോൾ ഓടിപ്പോയി കേൾക്കും, അത് എഴുതിയെടുക്കും. അങ്ങനെയൊക്കെയായിരുന്നു. എഴുതിയെടുത്ത് ഒരു ദിവസം കൊണ്ട് എഴുതിയെടുക്കാൻ പറ്റില്ല. വീണ്ടും ആ പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് എഴുതിയെടുക്കും. അങ്ങനെയൊക്കെ ബൈഹാർട്ട് അങ്ങനെ പഠിച്ച് പാടുമായിരുന്നു. അന്നത്തെ കാലത്ത് ഗാനമേളകൾക്കൊക്കെ പോകുന്നത് ഒരു എന്താ പറയാ, ഒരു അത്ഭുതം തന്നെയാണ്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ആക്സസ് ഉണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല, ഫാമിലീസിലാണെങ്കിലും കുറെ സപ്പോർട്ട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ചേച്ചി തീരെ ചെറുപ്പമാണ്. ഇപ്പൊ ഗാനമേളകൾക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ വിടാനൊക്കെ ആയിട്ട്? പാട്ട് പഠിച്ചെടുക്കാനായിരുന്നു ബുദ്ധിമുട്ട്. വീട്ടിൽ നിന്ന് എൻ്റെ ബ്രദേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്. ഒരു കുഴപ്പമില്ല. അവർക്ക് തന്നെ പാട്ടിന് കൊണ്ടുപോകാനും വിളിച്ചുകൊണ്ട് കൂടെ വരാനും ഒക്കെ വലിയ സ്നേഹത്തോടു കൂടി തന്നെയാണ് പാട്ടൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പാട്ട് പഠിച്ചെടുക്കണമല്ലോ. പാട്ട് അന്നൊക്കെ മാനുവലായിട്ടാണല്ലോ. ഓർക്കസ്ട്രയൊക്കെ ലൈവായി അവർ തന്നെ വായിക്കുവാണല്ലോ. ഇന്നങ്ങനെ ഇന്നത്തെ അപേക്ഷിച്ച് എത്ര വർഷം മുമ്പാ? ഒരുപാട് വർഷമായി. 40-45
അത്രയും വർഷത്തിന്റെ മുമ്പല്ലേ. അപ്പോൾ അതിൻ്റെതായ ഇതുണ്ട്. അപ്പൊ ഈ പാട്ട് പഠിച്ചെടുക്കണമെങ്കിൽ ഞാൻ തിയേറ്ററിലൊക്കെ പോയിട്ട് കൊടുക്കും. ആ റെക്കോർഡ് പ്ലെയർ എന്ന് പറഞ്ഞിട്ടൊരു പണ്ടങ്ങനെ ഒരു പ്ലേറ്റ് പോലത്തെ ഒരു സാധനമുണ്ട്, നീഡിൽ ഇങ്ങനെ വെച്ചിട്ട് പാടണം. അപ്പൊ ഞാനത് തൃപ്പൂണിത്തുറയിലെ തിയേറ്ററിൽ കൊടുക്കും. മാറ്റിനിയുടെ സമയത്തൊക്കെ, അല്ലെങ്കിൽ ഫസ്റ്റ് ഷോയുടെ സമയത്തോ, സ്കൂളില്ലാത്ത സമയമാണെങ്കിൽ മാറ്റിനിയുടെ സമയത്ത് ഞാൻ കൊടുക്കും. അപ്പൊ അവരവിടെ അന്നൊക്കെ പുറത്തേക്ക് പാട്ട് വെക്കുമായിരുന്നു. ഇന്നിപ്പൊ അങ്ങനെയില്ല. എന്നിട്ട് അവര് എനിക്ക് വേണ്ടിയിട്ട് ചോദിക്കും, മതിയോ, ഇത്രയും മതിയോ? അപ്പൊ പിന്നെ ഒരു തവണയും കൂടി ഇടാവോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി അവര് ഇപ്പൊ ഇന്നൊരു തിയേറ്ററിലാ പോണെങ്കിൽ അപ്പൊ 2 ദിവസം അങ്ങനെ പോയിട്ട് അടുത്ത ദിവസം വേറെ തിയേറ്ററിൽ പോവായിരുന്നു. 2-3 അങ്ങനെ പോയിട്ട് അപ്പൊ ഞാൻ താഴെ നിന്നത് കേൾക്കും. കേട്ട് കഴിഞ്ഞിട്ട് അവര് ചോദിക്കും, മതിയോ മോളെ ചോദിക്കും. മേളിലാണ് അവര് ബാൽക്കണിയുടെ അവിടെ എങ്ങാണ്ടാന്ന് തോന്നുന്നു വയ്ക്കണേ. അപ്പൊ ഞാനിപ്പോ അത് ഓർക്കുവാണ്. അപ്പൊ അവര് എനിക്ക് ഞാൻ പറഞ്ഞു, ഒരു തവണയും കൂടി ഇടാവോ ചേട്ടാ എന്നൊക്കെ ചോദിക്കും. അതുപോലെ പാട്ട് എഴുതിയെടുക്കണത്, പാട്ട് പുസ്തകം അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും. ഞാനത് എടുത്തിട്ട് എനിക്ക് ആവശ്യമുള്ളത് എഴുതിയെടുത്തിട്ട് അങ്ങ് തിരിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ അന്നത്തെ അത്രയും അതിലൊന്നും ഒരു നാണക്കേടൊന്നും വിചാരിച്ചിട്ടില്ല. എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് നമ്മളോട് പെരുമാറുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ പാട്ടൊക്കെ പഠിച്ച് പാടിയത്. അപ്പൊ എത്രമാത്രം സ്ട്രഗിളുകൾ അനുഭവിച്ചിട്ടാണ് ചേച്ചി ഒരു പാട്ടൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് വളരെ ഈസിയാണ് പാട്ട് പഠിക്കാൻ, ഫോൺ നോക്കി പഠിക്കാൻ, യൂട്യൂബ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ എനിക്ക് അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ, പണ്ടിപ്പോ ഗാനമേളയ്ക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇതിന്റെ റിഹേഴ്സൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ആ ഒരു അനുഭവങ്ങളൊക്കെ എങ്ങനെയാ? റിഹേഴ്സൽ ഇല്ലാതെ പാടാൻ പറ്റില്ല. ഒരു ദിവസം റിഹേഴ്സൽ ഉണ്ടാവും, മൊത്തം ഉണ്ടാവും. അത് മണിക്കൂറുകളോളം ഉണ്ടാവും. ഞാൻ മാത്രമല്ലല്ലോ പാടുന്നേ, മറ്റുള്ളവരുടെ എല്ലാവരുടെയും കഴിഞ്ഞ് ഇടയ്ക്ക് ഓരോരുത്തരുടെ ആയിട്ട് തീർത്ത് വരും. അപ്പൊ ഇന്നങ്ങനെയല്ലല്ലോ. ഇന്ന് വെറുതെ അയച്ചു കൊടുത്താൽ മതിയല്ലോ, പഠിക്കാം. പണ്ട് അങ്ങനെയല്ല. പാട്ട് കറക്റ്റായിട്ട് അത് മാനുവല് വായിക്കണതാണ് അവരെ, ഫീഡ് ചെയ്ത് ഇടുന്നതല്ലല്ലോ. അപ്പൊ കറക്റ്റ് അത് വീഴണം, അതിൽ ആ സമയത്ത് പാടണം. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നല്ല നല്ല സഹകരണമാണ് ഇൻസ്ട്രുമെന്റ്സുകാരുമായിട്ടൊക്കെയാണ്. പാട്ടുകാർ വേണ്ടിയിട്ടാണെങ്കിലും ഹിന്ദി പാടും, തമിഴ് പാടും, മലയാളം പാടും, എല്ലാം പാടുമായിരുന്നു അന്നത്തെ ഇതില്. നമ്മുടെ ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നൊക്കെ എങ്ങനെയായിരുന്നു? ആ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് അവര് വൺസ് മോറൊക്കെ എഴുതി കൊടുക്കും. ഈ പേപ്പറിൽ എഴുതി അങ്ങ് തരും. അപ്പൊ ഒരെണ്ണം കൂടി അത് തന്നെ ഒന്നും കൂടി പാടണം, അങ്ങനെയൊക്കെ റിപ്പീറ്റ് ചെയ്ത് പാടണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ പാടിയിട്ടുണ്ട്. എല്ലാം അല്ലെങ്കിലും ആ പാടിയ പാട്ട് തന്നെയാണല്ലോ അവര് പിന്നെയും പാടാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പാടിയിട്ടുണ്ട്. ഓഡിയൻസ് ഏതെങ്കിലും പാട്ട് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരാറുണ്ടോ, ഈ പാട്ട് പാടാവോ അങ്ങനെയൊക്കെ? ചോദിക്കാറുണ്ട്. പിന്നെ അതൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പൊ എന്തായാലും പഴയൊരു ഓർമ്മയിലേക്ക് ചേച്ചി എത്തി. അപ്പൊ അന്ന് പാടിയിരുന്ന ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടാവോ? പാടാലോ, അതിനെന്താ. രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ, പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ, രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ, പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ, രാജശില്പി. ചേച്ചിയുടെ ഒരു കാലഘട്ടം മുഴുവൻ ഗാനമേളകളിലൂടെയായിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി പ്രഗത്ഭരായ വ്യക്തികളുടെ ഒപ്പം പാട്ടുകളൊക്കെ ആലപിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിന്റെ ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം നമുക്ക് വേണ്ടി പങ്കുവെക്കാവോ?
ഒരിക്കല് ചേർത്തല അമ്പലത്തിലാണോ എവിടെ ഒരു ഓഡിറ്റോറിയത്തിലല്ല, ഓപ്പൺ എയറില ഗാനമേള ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ അന്ന് ഞങ്ങള് പാടിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ രാജൻ പി ദേവ് ഇല്ലേ, സിനിമ അന്ന് സിനിമയിൽ അങ്ങനെ ഇത് പ്രസിദ്ധനായിട്ടില്ല. കാട്ടുകുതിര നാടകത്തിലൊക്കെ നാടക നടനായിരുന്നു. അപ്പൊ ചേർത്തല അദ്ദേഹത്തിന്റെ നാടാണ് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. പുള്ളി ധൈര്യമായിട്ട് ഇങ്ങനെ അവിടെയൊക്കെ പൊതുസമ്മതനായ ഒരാളാണ്. കയറി വന്നു. എന്നിട്ട് ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മോളെ ഈ പാട്ട് അറിയാവോ എന്ന് ചോദിച്ചോണ്ട് എന്നോടൊരു പാട്ട് ചോദിച്ചു. പാപ്പി അപ്പച്ച എന്നുള്ള പാട്ടില്ലേ, പണ്ടത്തെ അത് ചോദിച്ചു അറിയാവോന്ന് ചോദിച്ചപ്പോ ഞാൻ വന്ന് അറിയാം, അപ്പൊ നമുക്കതൊന്ന് പാടിയാലോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ അവ അന്ന് റിഹേഴ്സലിലൊന്നും നോക്കിയിട്ടില്ലല്ലോ. അപ്പൊ എനിക്ക് എന്റെ ആ ഡയലോഗും മാത്രമേ ഉള്ളൂ. പാടുന്നതൊക്കെ മെയിൽ വോയിസിന്റെ ഇതാണല്ലോ. അപ്പൊ അങ്ങനെ അവരോടും സംസാരിച്ച് അത് പാടി. അപ്പൊ അതില് എന്താണ് എന്തോന്നാ അപ്പച്ച അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആ ഒരു ഇതേ ഉള്ളൂ, ഡയലോഗ് അത്രേ ഉള്ളൂ. അപ്പൊ അത് പാടി കഴിഞ്ഞ ആശ്വാസത്തില് നമ്മളിങ്ങനെ അടുത്ത നമ്മുടെ സാധാരണ പാടുന്ന പാട്ടുകളൊക്കെ പാടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അവസാനം ഗാനമേള തീരാൻ പോവാണ്. അപ്പൊ ഗാനമേള തീരാൻ പോണ അപ്പൊ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെ അടുത്ത ഒരു ഗാനത്തോടു കൂടി ഈ ഗാനമേള ഞങ്ങള് ഇത്രയും നേരം ഇങ്ങനെ അവരെ നന്ദി പറഞ്ഞോണ്ടൊക്കെ പറയുമല്ലോ. അപ്പൊ പറഞ്ഞപ്പോ അടുത്ത ഒരു ഗാനം പാപ്പി അപ്പച്ച എന്ന ഗാനം ഒരിക്കൽ കൂടി പാടിക്കൊണ്ട് ഗാനമേള ഇങ്ങനെ റിക്വസ്റ്റ് വന്നത് കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. എന്നിട്ട് രണ്ടാമത് പാടിയപ്പോ അത്രയ്ക്ക് അത്രയ്ക്ക് ഇതൊന്നും തോന്നിയില്ല. അത് ആദ്യമായിട്ട് പാടുമായിരുന്നു, ഞാൻ ആ പാട്ട് പാടിയിട്ടില്ല. പാടണ്ട, അതിലുള്ള ഇടയ്ക്ക് വരുന്നത് കറക്റ്റ് ടൈമിന് കേറണ്ടേ. അപ്പൊ അത് വത്സലായിരുന്നു മോളെ എന്നൊക്കെ പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്ത് രാജൻ പി ദേവ്, അതൊന്നും മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. പിന്നെ ഞാൻ പി ജയചന്ദ്രൻ സാറിൽ കൂടെ പാടിയിട്ടുണ്ട്. അതൊരു സെന്റ് ആൽബർട്ട്സ് സെന്റ് ആൽബർട്ട്സ് കോളേജില് ഒരു മെഡിമിക്സ് സോപ്പില്ലേ, മെഡിമിക്സിന്റെ ഒരു മ്യൂസിക് നൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് അന്ന് അവിടെ എന്നെ ഒരു ഗോകുലബാലൻ എന്ന് പറഞ്ഞിട്ടൊരു സാറ് ഞങ്ങളെ പരിചയപ്പെടുത്തി. ഭാരത ടൂറിസ്റ്റ് ഹോമില് വന്നു ജയചന്ദ്രൻ. അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെടുത്തി. ഇങ്ങനെ അവനിവിടെ വരും. അപ്പൊ അവരുടെ റിലേറ്റീവാ, ഈ ഗോകുലബാലൻ മാഷയുടെ റിലേറ്റീവ് ആയിരുന്നു ഇവര്. അപ്പൊ അപ്പൻ ചേട്ടാന്നാ അവര് വിളിക്കണേ. ഗോകുലബാല അങ്ങനെയല്ല വിളിക്കുന്നത്. അപ്പൊ അപ്പൻ ചേട്ടാ വിളിച്ചോണ്ട് ഒരു ഞാൻ BTH ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചെന്ന് പരിചയപ്പെട്ടു. അപ്പൊ ഇവിടെ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ ലൈറ്റ് മ്യൂസിക് പാടി. ലളിതഗാനം റേഡിയോയിൽ കേൾക്കൂലേ, അപ്പൊ അതങ്ങനെ പിടിച്ച് ഒരെണ്ണം പാടിയ ഒരു 4-8 വരി പാടി. അപ്പൊ പറഞ്ഞു, എന്നാ പിന്നെ നാളെയല്ലേ നമ്മുടെ പരിപാടി, നാളെ തന്നെ പാടിച്ചേക്കാന്ന് പറഞ്ഞ് ആ പരിപാടിക്ക് വേണ്ടി വന്നതാ. റിഹേഴ്സലിലും പരിപാടി ആ ടൗൺ ഹാളിന്റെ അവിടെ ആയിട്ടൊരു സ്ഥലത്ത് പരിപാടി, അവിടെ റിഹേഴ്സല് സെന്റ് ആൽബർട്ട് സ്കൂളില് പരിപാടി. അപ്പൊ അതിനൊരു പാട്ട് പാടി, ഒരു സോളോ പാട്ടാ പാടിയെന്ന് ഓർക്കുന്നുണ്ട്. ചന്ദനച്ചവനാൽ എന്ന് പറഞ്ഞ ഒരു സിനിമയിലെ ഒരു പാട്ടാണ്. ബിന്ദു നീ ആനന്ദ ബിന്ദുവോ എന്നുള്ളൊരു പാട്ടാ. അത് പാടി കഴിഞ്ഞ് പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ എന്നെ കുറെ ഗാനമേളകൾക്കൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ തൃപ്പൂണിത്തുറയിൽ അന്ന് മൊബൈലൊന്നും ഇല്ല. വേറൊരു തുണിക്കടയിലെ ഒരു റെഡിമെയ്ഡ് ഷോപ്പ് ഉണ്ട്, തൃപ്പൂണിത്തുറ വൈറ്റ് ഷോപ്പ്. ഇപ്പൊ ഇല്ല കേട്ടോ, അതൊക്കെ ഇപ്പൊ പോയി. അവിടത്തെ നമ്പറാണ് കൊടുത്തത്. അപ്പൊ ആ നമ്പറിലേക്ക് വിളിച്ച് പറയും. അപ്പൊ അവര് വീട്ടിൽ വന്ന് പറയും, ഇന്ന സമയത്ത് അവിടെ വന്ന് നിക്കാൻ പറയും. അങ്ങനെ അന്ന് വോയിസ് ഓഫ് ട്രിച്ചു അവരുടെ ഓർക്കസ്ട്ര അതായിരുന്നു, വോയിസ് ഓഫ് ട്രിച്ചു ട്രൂപ്പ്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ TV ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ TV-യിൽ ഇങ്ങനെ നോക്കുമ്പോ
ഗാനമേള ഈ ഓരോ പരിപാടിയൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു മുഖം എനിക്ക് നല്ല പരിചയമുള്ള മുഖം. അപ്പൊ ഞാൻ ഇത് ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിച്ച് വന്നപ്പോ അയ്യോ അന്ന് മെഡിമിക്സിന്റെ സംഗീത നിശ്ചയ്ക്ക് പോയപ്പോ കണ്ട അതാരാന്നറിയോ? ഔസേപ്പച്ചൻ സാറ് വയലിൻ വായിക്കാനായിട്ട് നിന്ന്. 14 വയലിൻ ഉണ്ടായിരുന്നു അന്ന് ഗാനമേളയ്ക്ക് സ്റ്റേജില്. അപ്പൊ അത് ഞാനത് തിരിച്ചറിയാനായിട്ടേ അത് ബുദ്ധിമുട്ടിപ്പോയി ഞാൻ. പിന്നെ ഓർത്ത് ഞാൻ എടുത്തു വയലിൻ വായിക്കാനായിട്ട് അന്ന് സെബസ്റ്റ്യൻ സാർ ഉണ്ടായിരുന്നു അതിന്റെ കൂടെ. 14 വയലിനായിരുന്നു സ്റ്റേജ്. ഉഷാ ഉതുപ്പ് ഉണ്ടായിരുന്നു, എസ് ജാനകി ഉണ്ടായിരുന്നു. എസ് ജാനകിയുടെ ഡയറി ഒക്കെ മേടിച്ച് ഞാൻ നോക്കിയിട്ടുണ്ട്. നമ്മുടെ മലയാളം പാട്ടൊക്കെ തെലുങ്കിൽ എഴുതി വെച്ചിരിക്കുന്നേ. അവരത് പാടുമ്പോൾ മലയാളം പാട്ടായിട്ട് നമുക്ക് തോന്നും, പക്ഷെ എഴുതി മലയാളത്തിലല്ല എഴുതിയിരിക്കുന്നത്, തെലുങ്കിൽ അങ്ങനെ വലിയ പട്ടക്കത്തിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട്. അടുത്തിരുന്ന് കുറച്ചു നേരം ഡയറി ഒക്കെ വാങ്ങിച്ച് ഞാൻ നോക്കി. പിന്നെ ഉഷാ ഉതുപ്പ് ഉണ്ടായിരുന്നു, ജോളി എബ്രഹാം, ബ്രഹ്മാനന്ദൻ, അങ്ങനെ കുറെ, പിന്നെ ജയചന്ദ്രൻ അങ്ങനെ ഉണ്ടായിരുന്നു. അവരെല്ലാരും കൂടി അങ്ങനെ ഒരു ഇതായിരുന്നു ഗാനമേള. അതിലൊരു പാട്ട് പാടാനുള്ള സൗഭാഗ്യം കിട്ടി. അതാണ് ചേച്ചിയുടെ അതൊരിക്കലും മറക്കില്ല. ചേച്ചിയുടെ പേരിലൊരു കൗതുകമുണ്ട്, മേരി വിജയം. ഈ മേരിയും വിജയം ഇതെങ്ങനെയാണ് ഒരു അത് പറയാം. ഞാൻ വിവാഹത്തോടു കൂടിയാണ് മേരി വിജയായത്. ഹസ്ബൻഡ് ക്രിസ്ത്യൻ കാത്തലിക് കുടുംബത്തിലെയാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് മാമോദിസ മുങ്ങി പള്ളിയിൽ വെച്ച്, തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് പള്ളിയില്. ഹിന്ദു ആയിരുന്നു, ബ്രാഹ്മണായിരുന്നു. ബ്രാഹ്മണായിരുന്നു. ഇപ്പൊ ഇമോഷണലായി. ചേച്ചി പെട്ടെന്നൊന്ന് ഇമോഷണൽ ആയി. അത് അതൊക്കെ ആലോചിച്ചപ്പോഴേ എവിടെ വെച്ച് എങ്ങനെ പറയണം അറിയാത്തൊരു ഇതായി പോയി. അതുകൊണ്ടാ ഫാമിലിനെ പറ്റി അങ്ങനെ ഞാൻ അവിടത്തെ ഇടവക അംഗമായി. അങ്ങനെ അവിടെ വെച്ച് തന്നെ കല്യാണം നടന്ന്, പള്ളിയിൽ തന്നെ കല്യാണം. മാമോദിസ ഒരു ദിവസം നടത്തി, എന്നിട്ട് പിന്നെ വേറൊരു ദിവസം വിവാഹവും. അപ്പൊ ചേച്ചിയുടെ ഒരു പ്രണയ വിവാഹമായിരുന്നല്ലേ? അതെ. അപ്പൊ എങ്ങനെയായിരുന്നു, വീട്ടില് സപ്പോർട്ടായിരുന്നോ? വീട്ടില് സപ്പോർട്ടൊക്കെ ആയിരുന്നു. ആങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരുടെ ഫ്രണ്ട്സ് ആയിരുന്നു അവരെ. അപ്പൊ അങ്ങനെയാണോ നിങ്ങൾ പരിചയപ്പെട്ടത്? ചേച്ചിയുടെ പേരില് വിജയം, അതിനെ കുറിച്ച് ഞാൻ ചോദിച്ചായിരുന്നു. ഈ വിജയം എങ്ങനെയാണ് പേരില്? എന്റെ പേര് വിജയകുമാരി എന്നായിരുന്നു ശരിക്ക്. അപ്പൊ മാമോദിസയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു, മാതാപിതാക്കൾ ഇട്ട പേര് കളയണ്ട, നല്ല പേരല്ലേ, അത് കളയരുത്, ഒരിക്കലും കളയരുത്. അതിന്റെ ഒരു കാര്യം ചെയ്യാം, അതിന്റെ മുമ്പിൽ നമുക്ക് മാതാവിന്റെ നാമധേയത്തിലുള്ള പള്ളിയാ. അപ്പൊ മേരി എന്നുള്ള പേരിട്ടിട്ട് വിജയം എന്നുള്ള പേരിടാം, മേരി വിജയം. അങ്ങനെ ആ പേരില് അറിയപ്പെടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചേച്ചി മേരി വിജയമായത്. അങ്ങനെ അത് അച്ഛൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ ആ പേരിൽ അറിയപ്പെട്ടത്. അപ്പൊ ഇപ്പൊ അങ്ങനെയാണ് എന്നെ എല്ലാരും അറിയപ്പെടുന്നത്. പിന്നെ ക്ലാസ്സിലെ സ്കൂൾ സ്റ്റുഡന്റ് ഒക്കെ എന്നെ പേര് വിളിക്കും കേട്ടോ, മേജുമാരി, ടീച്ചേഴ്സും അങ്ങനെയൊക്കെ തന്നെ. ടീച്ചേഴ്സൊക്കെ നല്ല, ഇപ്പോഴും ഞങ്ങക്ക് ചെറിയൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പാലസ് സ്കൂളിലാണ് പഠിച്ചത്, തൃപ്പൂണിത്തുറയില്. അപ്പൊ അവിടെ ഒരു ഞങ്ങൾക്കൊരു ചെറിയൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പൊ അതില് സജീവമാണ്. അപ്പൊ എല്ലാവരും അറിയും, എല്ലാവരും അങ്ങനെ ഞങ്ങള് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ചേച്ചിയുടെ ഫാമിലിനെ പറ്റി ഇപ്പൊ പറഞ്ഞു, മക്കളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അവരും സംഗീത മേഖലയില് താല്പര്യമുള്ളവരായിരുന്നു. സംഗീത മേഖലയിലൊന്നും ഇല്ല അവർക്ക്, പക്ഷെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. സെലക്ട് ചെയ്ത് തരും, പാട്ടൊക്കെ സെലക്ട് ചെയ്ത് തരും. പിന്നെ എവിടെ പോകാനാണെങ്കിലും ഒക്കെയാണ് കൊണ്ടാക്കാനും ഒക്കെ. മോനാണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഭയങ്കര പോസിറ്റീവ് ഇതാ, കുഴപ്പമൊന്നുമില്ല. മോനുണ്ട്, ഒരു മോളും ഉണ്ട്. മൂത്തത് മോളാണ്,
മോളെ വിവാഹം ചെയ്ത് അവൾക്കൊരു മോളുണ്ട്. പിന്നെ മോനൊരു മോള്, മോനും വൈഫും മോൻ്റെ കൊച്ചും. അവള് സ്കൂളിൽ പഠിക്കുന്നു, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോളുടെ കുട്ടി നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ. അങ്ങനെ സന്തോഷമായിട്ട് പോണു. പിന്നെ ചേട്ടൻ പോയി, ചേട്ടനില്ല. ചേട്ടൻ ഇപ്പോൾ 2.5 വർഷമാവാറായി, മരിച്ചു ഇല്ല. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ മോൻ മഴവിൽ മനോരമയിലാണ് വർക്ക് ചെയ്യണേ. അവിടെ ഓൺലൈൻ എഡിറ്ററാണ്. വർക്കൊക്കെ നന്നായിട്ട് പോണു. ഗാനമേളകളല്ലാണ്ട് അല്ലെങ്കിൽ സംഗീതം മാത്രമല്ലാണ്ട് ചേച്ചി വേറെ ഏതെങ്കിലും പ്രൊഫഷൻ, വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടോ? ജോലിക്ക് പോയിട്ടുണ്ട്. ഞാൻ തൃപ്പൂണിത്തുറയിലെ ഒരു 20 വർഷം ഒരു റെഡിമെയ്ഡ് ഷോപ്പിൽ ജോലി ചെയ്തതാണ്. 20 വർഷം വെച്ചാൽ പാട്ടും എല്ലാം നടന്നു, അതും നടക്കും ഇതും നടക്കും. അങ്ങനെ പിള്ളേര് കുട്ടികൾ ചെറുതായിരുന്നപ്പോഴത്തേക്കും അങ്ങനെ പോയിട്ട് കുറേ വർഷം, ഒരു 10-20 വർഷത്തോടടുത്ത് ഞാൻ കടയിൽ നിന്നതാണ്. ഇപ്പൊ നിർത്തിയിട്ട് ഒത്തിരി ആയിട്ടോ, ഇപ്പൊ ഒരുപാട് വർഷമായി ഞാൻ നിർത്തിയിട്ട്. ഇപ്പൊ ചേച്ചി എന്താ ചെയ്യാറ്? പാട്ട് പാടാനൊക്കെ ഇപ്പൊ ഗാനമേളയ്ക്കൊന്നും പോവാറില്ല. ഗാനമേള ഇപ്പോഴത്തെ പാട്ടൊന്നും പഠിച്ച്, ഒന്നാമത് നമ്മുടെ ആ സ്റ്റേജിൽ കയറി പാടാനുള്ള ഒരു ഇതൊക്കെ പോയില്ലേ. അതുകൊണ്ട് എന്താ പറയാ, പാട്ടുകൾ പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പണ്ടത്തെ പാട്ട് പോലെയല്ല. പിന്നെ സജീവമായിട്ട് ഞാനിപ്പോ കൊയറിന് പോകുന്നുണ്ട്. പള്ളി കൊയറിന് എല്ലാ ഇതിലും പോവും. കാത്തലിക്സിന്റെയും പോവും, യാക്കോബയുടെയും പോവും, എല്ലാവരുടെയും വിളിക്കും. അപ്പൊ അതിനൊക്കെ പോവും. അതൊക്കെ ഇപ്പോഴും ഞാൻ പോയി പോകുന്നുണ്ട്. ഇപ്പൊ എനിക്ക് പിന്നെ അത് ഉള്ളപ്പോ വിളിക്കും, ഇപ്പൊ പ്രോഗ്രാം ഉള്ളപ്പോ വിളിക്കും, അപ്പൊ പോയാൽ മതിയല്ലോ. അപ്പോഴും എന്നും പോകേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അതിനൊക്കെ സജീവമായിട്ട് പോകുന്നുണ്ട്. എല്ലാവരും എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഇപ്പോഴും. ആ ഒരു സന്തോഷം. അപ്പൊ എൻ്റെ മോൻ പറഞ്ഞേക്കണത്, മോനും ആണെങ്കിലും മോളാണെങ്കിലും വീട്ടില് മോൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും പറഞ്ഞേക്കണേ, അമ്മ അത് കളയണ്ട, അമ്മയുടെ ആ ഒരു ഇത് നടന്നോട്ടെ. അതൊരു ഫുൾ സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ചേട്ടനും ഇഷ്ടമായിരുന്നു കൊയറിന് പോണത്. എവിടെ വേണമെങ്കിലും പോവാം, ധൈര്യമായിട്ട് പോവാൻ. ദൂരത്താണെങ്കിലും പോവാം. ഞാൻ ചെന്നൈയിലൊക്കെ കൊയറ് പാടാൻ പോയിട്ടുണ്ട്. തഞ്ചാവൂര് ക്രിസ്ത്യൻ ഭജൻസ് പാടാൻ പോയിട്ടുണ്ട്. തഞ്ചാവൂര് ഒരു അച്ഛന്റെ ഗാങ് ഗ്രൂപ്പിന്റെ കൂടെ പോയിട്ടുണ്ട്. എവിടെ വേണമെങ്കിലും പോവാം. പിന്നെ വിവാഹശേഷം അത് എവിടെ വേണമെങ്കിൽ പോവാം. അങ്ങനെ ഒരു ഇതൊന്നുമില്ല. അവര് കൊണ്ടുവന്നാക്കുകയും ചെയ്യും, മേടിക്കാനൊന്നുമില്ല. രാത്രി ആയാലും കുഴപ്പമില്ല. എല്ലാവരും തന്നെ എപ്പോഴും വിളിക്കും. കൊയറുണ്ടെങ്കിൽ അപ്പൊ വിളിക്കും. പിന്നെ നമ്മള് ചിലപ്പോ വേറെ ഏതെങ്കിലും കൊയറ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പോകാൻ പറ്റില്ല. അപ്പൊ അവര് അങ്ങനെ പോവാണ്ടിരുന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. വരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ എല്ലാരും എന്നെ ചേർത്ത് പിടിച്ച് കൊണ്ടുനടക്കണ. കോലഞ്ചേരിയിലൊക്കെ ആണെങ്കിലും അവിടെ അങ്ങനെ ആദ്യമായിട്ടൊക്കെ അങ്ങനെ പോയത്, പന്തുരുത്തി കോലഞ്ചേരി ആ ഭാഗത്തൊക്കെ എന്നെ എപ്പോഴും വിളിക്കുമായിരുന്നു. അപ്പൊ ചേച്ചി ഇപ്പൊ കൂടുതലും ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് ആണ് പാടാറ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഡിവോഷണൽ സോങ് പാടാം? തീർച്ചയായിട്ടും പാടാം. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ആകാശങ്ങളിൽ ഇരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടണമേ, അവിടുത്തെ രാജ്യം വരേണമേ. അപ്പൊ നമ്മളിന്ന് കേട്ടത് മേരി ചേച്ചിയുടെ വിശേഷങ്ങളാണ്. നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായി. ചേച്ചിയുടെ വിശേഷങ്ങൾ നമ്മുടെ സാംസ് ടോക്സിലെ ഓഡിയൻസിന് വേണ്ടി ചേച്ചി പറഞ്ഞു. ഒത്തിരി നന്ദി സാംസ് ടോക്സിൽ വന്നതിലും നമ്മളോട് ചേച്ചിയുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിലും. താങ്ക് യു. വളരെ സന്തോഷം.
ഈ പരിപാടിയിലേക്ക് എന്നെ വിളിച്ചതിന് സാംസ് മീഡിയയ്ക്കും അതിലെ എല്ലാ പ്രവർത്തകർക്കും, പ്രത്യേകിച്ച് ജോൺസൺ വർഗീസിന് അകമഴിഞ്ഞ നന്ദി.